الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യ ജീവിതം ആരംഭിക്കുന്നത് തൗഹീദ് കൊണ്ടാണ്. മനുഷ്യന്റെ ചരിത്രത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ തൗഹീദ് അല്ലാത്തൊരു സംവിധാനവും ലോകത്തുണ്ടായിട്ടില്ല. തൗഹീദിൽ നിന്നാണ് മനുഷ്യ താമസം ഇവിടെ ആരംഭിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ കാര്യമാണ്, ശിർക്ക് വന്നു ചേരുകയാണ്. അള്ളാഹുവിന്റെ ലക്ഷ്യം തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം അംഗീകരിച്ച് അള്ളാഹുവിനെ റബ്ബായി പരിഗണിച്ച് ജീവിക്കുക. അള്ളാഹുവിനെ റബ്ബായി പരിഗണിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഈ ഭൂമിയിൽ ലഭ്യമാകുന്നുണ്ടോ ആ സൗകര്യങ്ങളെല്ലാം എന്റെ അള്ളാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ് എന്ന് അംഗീകരിച്ച് ജീവിക്കുക. അല്ലാത്തൊരു വിഷയത്തെ പറ്റിയുള്ള ചിന്തയോ ചർച്ചയോ ലോകത്ത് ആരംഭിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്. ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ 10 തലമുറ മുഴുവനും തൗഹീദിലാണ്. അപ്പൊ ആ 10 തലമുറക്ക് ശിർക്കിനെ പറ്റിയുള്ള ഒരു പരിഗണനയില്ല, ഒരു ചർച്ചയേ ഇല്ല, ഒരു സംഭവമേ ഇല്ല. അതേ അവസരത്തിൽ പാപകരമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പാപങ്ങളെയും ശിർക്കിനെയും ഒരേപോലെ ആക്കരുത്. പാപങ്ങളെയും ശിർക്കിനെയും ഒരുപോലെ ആക്കരുത്. ഈ പാപങ്ങളെ ശിർക്കായി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിശാസ്ത്രം
ഈ എല്ലാവരും ഐക്യത്തിൽ പോകണം എന്ന് പറയുന്നവർ വാദിക്കാറുണ്ട്. ജഹാലത്താണ് അത്, വിവരക്കേടാണ് അത്. അതായത് ഉസ്മാൻ നബി അല്ലാഹു തആല അൻഹുവിനെ കൊന്ന ഉസ്മാൻ അല്ലാഹു തആല അൻഹുവിനെ ഇതിൽ പുറപ്പെട്ടിരിക്കുന്ന വിപ്ലവകാരികൾ ഖവാരിജികൾ, അവർ ഉസ്മാൻ അല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ബഹുമാനപ്പെട്ടവരെ വീട്ടിൽ തടങ്കിലാക്കി വെച്ചിരിക്കുകയാണ്, വീട് വളഞ്ഞിരിക്കുകയാണ് ഖവാരിജികൾ. ഉസ്മാൻ അല്ലാഹുവിനെ ഏത് സമയത്തും കൊല്ലാനുള്ള ഒരുക്കത്തിലാണ് ഖവാരിജികൾ. അതായത് ഇന്നത്തെ ഇറാനിയൻ ഷിഈയ്യത്തിന്റെ പൂർവികന്മാർ സഹബാക്കളെയും മുഅ്മിനീങ്ങളെയും കൊല്ലുക എന്നുള്ളതാണല്ലോ അവരുടെ രീതി, അതാണ് അവരുടെ ലക്ഷ്യം. അവരുടെ ആദർശ ലക്ഷ്യം മറ്റുള്ളവരെ കൊല്ലുക എന്നതാണ്. അതാണ് ഈ ഇറാനിയൻ ജൂഡായിസത്തിന്റെ പൊരുൾ. അത് മനസ്സിലാക്കാൻ ആദർശമുള്ളവർക്കേ സാധിക്കുള്ളൂ. രാഷ്ട്രീയം മാത്രം കൊണ്ടുനടക്കുന്നവർക്കോ ഭൗതിക കാര്യങ്ങൾ മാത്രം കൊണ്ടുനടക്കുന്നവർക്കോ അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. സൂറത്ത് തൗബയിൽ അല്ലാഹു തആല അതുകൊണ്ട് തന്നെയാണ് അത് വിശദീകരിച്ച് പാർട്ടാക്കി പറഞ്ഞത്. 11 കൂട്ടം കാര്യങ്ങൾ ഭൗതികമായ കാര്യങ്ങളാണ്, 3 കൂട്ടം കാര്യങ്ങൾ ആദർശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നിട്ട് ആ 11നെയും 3നെയും വേർതിരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലാഹു തആല. 11 കാര്യങ്ങളെ എടുത്തു പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഈ 11 കാര്യങ്ങളാണ് നിങ്ങളെ താല്പര്യമെങ്കിൽ, അതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യമെങ്കിൽ, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സമ്പത്തും ആരോഗ്യവും ചെലവാക്കുന്നതെങ്കിൽ, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ദഅവത്തും നിങ്ങളുടെ ജിഹാദും നിങ്ങൾ പൂർണ്ണമാക്കുന്നതെങ്കിൽ, താഴെ പറയുന്ന 3 കൂട്ടം കാര്യങ്ങളെക്കാൾ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ കെഴുതിയിരുന്നു കൊള്ളുക, നിങ്ങളെ ഞാൻ വെറുതെ വിടുകയില്ല. മുഅ്മിനീങ്ങളോടാ അറിയണത്. എന്താണ് ആയത്ത്? ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർളൗനഹാ അഹബ്ബ ഇലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യവും സ്പഷ്ടവുമായിട്ട് മുഅ്മിനീങ്ങളെ അറിയിക്കുകയാണ്, നമ്മളാണ് അറിയിക്കുന്നത്. മുസ്ലിമീങ്ങളോട്, മുഅ്മിനീങ്ങളോട്, മുവഹിദുകളോടാണ് അല്ലാഹു തആല പറയുന്നത്. ഇത് ശിയാക്കളോടല്ല അല്ലാഹു പറയുന്നത്, സലഫികളോടാണ് അല്ലാഹു തആല പറയുന്നത്. ഖുൽ ഇൻ കാന, പ്രവാചകരെ നിങ്ങൾ പറയണം അവരോട്, മുസ്ലിമീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. മറ്റുള്ള മുശ്രിക്കീങ്ങൾക്ക്, ജാറക്കാർക്ക് പറഞ്ഞു കൊടുക്കാനല്ല ഈ ആയത്ത് ഇറങ്ങിയത്. അഷ്റഫുൽ ഖൽഖിന്റെ ഒന്നിച്ചുള്ള മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഈ ആയത്ത് ഇറങ്ങിയത്. പറയൂ പ്രവാചകരെ, ഇൻ കാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ, വഅബ്നാഉക്കും, ഒന്നിച്ചു മാതാക്കളും പെട്ടു, വഅബ്നാഉക്കും, നിങ്ങളുടെ മക്കൾ, പെൺമക്കളും പെട്ടു, വഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ, വഅസ്വാജുക്കും, നിങ്ങളുടെ ഇണകൾ, വഅശീറത്തുക്കും, നിങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, ബന്ധുക്കൾ, അയൽവക്കക്കാർ, നാട്ടുകാർ, വീട്ടുകാർ, വമസാകിനു തർളൗന വഅംവാലും വമസാകിന തർളൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ, നിങ്ങൾ മോടി പിടിപ്പിച്ച്, നിങ്ങളെ കോടികൾ ചെലവാക്കി ലോണൊക്കെ വാങ്ങി അങ്ങനെ കോടികൾ ചെലവാക്കി മോടി പിടിപ്പിച്ച നിങ്ങളെ കൊട്ടാരങ്ങൾ, മണിമന്ദിരങ്ങൾ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സമ്പത്തുകൾ, ബാലൻസ്, ബാങ്ക് ബാലൻസുകൾ, അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വരുമാന മാർഗങ്ങൾ, ആരെങ്കിലും കൊള്ളയടിച്ചേക്കുമോ, തീവച്ചേക്കുമോ, കട്ടുകൊണ്ടുപോയേക്കുമോ, എന്തെങ്കിലും നാശങ്ങളോ നഷ്ടങ്ങളോ സംഭവിച്ചു പോകുമോ എന്ന് നിരന്തരം നിങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കച്ചവട വ്യാപാര സ്ഥാപനങ്ങളോ കൃത്യമാണ് കാര്യം. സാധാരണ ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തെ പറ്റിയാണ് അല്ലാഹു തആല പറഞ്ഞത്. ഈ 8 കൂട്ടം കാര്യങ്ങളാണ് നിങ്ങളെ ജീവിതത്തിന്റെ ലക്ഷ്യമെങ്കിൽ, ശത്രുക്കളിൽ നിന്ന് ഈ 8 കൂട്ടം കാര്യങ്ങളെ രക്ഷപ്പെടുത്തലാണ് നിങ്ങളെ താല്പര്യമെങ്കിൽ, ബഹളങ്ങളിൽ നിന്നും കലാപങ്ങളിൽ നിന്നും ഈ 8 കൂട്ടം കാര്യങ്ങളാണ് നിങ്ങളെ ചിന്താ വിഷയമാകുന്നതെങ്കിൽ, എന്തിനേക്കാൾ അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ 8 കൂട്ടം കാര്യങ്ങളാണ് എങ്കിൽ, എന്തിനേക്കാൾ മിനല്ലാഹി, അള്ളാഹുവിനുള്ള അജയ്യമായ അംഗീകാരത്തെക്കാൾ,
അള്ളാഹുവിനെ വളരെ തീവ്രവും ശക്തവുമായി അംഗീകരിക്കുന്നതിനേക്കാൾ അള്ളാഹുവിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തത് അള്ളാഹുവിന്റെ റുബൂബിയ്യത്ത് സമ്മതിച്ചു കൊടുക്കലാണ്. രണ്ടാമത്തത് അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് സമ്മതിച്ചു കൊടുക്കലാണ്. മൂന്നാമത്തത് അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ സമ്മതിച്ചു കൊടുക്കലാണ്. ഇതാണ് അൽ-ഈമാനു ബില്ലാഹ്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തസ്ദീഖു ബിൽ ഖൽബ്, മേൽ പറയപ്പെട്ട വിഷയങ്ങൾ 100% ഹൃദയത്തിൽ സത്യപ്പെടുത്തി ഉറപ്പിക്കുക. വൽ ഇഖ്റാറു ബിൽ ലിസാൻ, എനിക്ക് എന്റെ അള്ളയെ ഉള്ളൂ എന്നത് അള്ളാഹ്ക്ക് കരാറ് വാക്കിലൂടെ ബോധിപ്പിക്കുക. ഇഖ്റാർ പറഞ്ഞാൽ കരാറ് ചെയ്യുക. കരാറ് ചെയ്യുന്നതിന് അള്ളാഹു തആല ഉപയോഗിച്ച വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കണം. ദുനിയാവിലും അങ്ങനെ തന്നെയല്ലേ? ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനം, ഒരു ബിസിനസ് സംവിധാനം, നമുക്ക് ഇഷ്ടപ്പെട്ട കരാറല്ലല്ലോ നമ്മൾ എഴുതുക. ആ കമ്പനിക്ക് ഒരു കരാറുണ്ടാവുമല്ലോ, ആ കരാറാണല്ലോ നമ്മൾ പാലിക്കേണ്ടത്. അതിനാണ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നത്. ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ട് കരാർ ചെയ്താൽ ശരിയാവുകയില്ല. നാവ് കൊണ്ട് ഇഖ്റാർ ചെയ്യുന്നത് കൃത്യവും വ്യക്തവുമായി അല്ലാഹു പറഞ്ഞു തന്നിരിക്കുന്ന സെന്റൻസ് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. എന്താണ് അല്ലാഹു തആല പറഞ്ഞു തന്നിരിക്കുന്ന സെന്റൻസ്? ആ വിഷയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇഖ്റാറിന് വേണ്ടി അല്ലാഹു തആല തീരുമാനിച്ച് നമ്മളെ അറിയിച്ചിരിക്കുന്ന വാക്കതാണ്. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കണം. ഷഹാദ സഹിയാകണമെങ്കിൽ, അല്ലെങ്കിൽ കാഫിറാണ്. അഷ്ഹദു അന്നല്ലാഹ ഹുവൽ അക്ബർ സഹിയാകുകയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലർ റഹ്മാൻ ശരിയാകുകയില്ല. അല്ലാഹു പറഞ്ഞു വന്നിരിക്കുന്ന വാക്ക് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് തന്നെയായിരിക്കണം. അതെന്താണ് അതിന്റെ ആ കാര്യം? അത് നമുക്ക് വിശദീകരിക്കാം. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തന്നാലൊന്നും നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല. അപ്പൊ ഗൗരവവും ബുദ്ധിയുള്ളവർക്ക് മാത്രം. അതുകൊണ്ടാണ് അല്ലാഹു ഖലീലൻ മാ തദക്കറൂൻ, വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിന് മാത്രമേ തൗഹീദ് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞത്. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ, ഭൂരിപക്ഷത്തിന് ഇപ്പോഴത്തെ തൗഹീദ് മനസ്സിലാവുകയില്ല. നൂഹ് തൊട്ട് അഷ്റഫുൽ ഖൽഖ് വരെയുള്ള മുർസലീങ്ങൾ പറഞ്ഞത് ഭൂരിപക്ഷത്തിന് മനസ്സിലായിട്ടില്ല. നബി ഇസ്ലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് 8 ലക്ഷം ജനങ്ങൾ അന്ന് ഇറാഖിൽ താമസിക്കുന്നുണ്ട്. മുഴുവനും മുസ്ലിമീങ്ങളാണ്. പക്ഷെ നൂഹ് നബി പറഞ്ഞ തൗഹീദ് 80ഓളം ആൾക്ക് മാത്രമേ മനസ്സിലായുള്ളൂ എന്ന് ഖുർആൻ. വമാഅമന മിൻഹും ഇല്ലാ ഖലീൽ. അത് കഴിഞ്ഞിട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 100 ചില്ലാൻ കൊല്ലത്തെ ജീവിതകാലത്ത് കാര്യം മനസ്സിലായത് 4 പേർക്ക്, 2 ഭാര്യക്കും 2 ആമക്കൾക്കും, വേറെ ഒരാൾക്കും മനസ്സിലായില്ല. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ചരിത്രത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുന്നതിന് മുമ്പ് മുസ്ലിമായ വേറെ ആരെങ്കിലും പുറത്തുള്ളവരുണ്ടെങ്കിൽ ചരിത്രത്തിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞതാ. ഇറാഖിൽ ജീവിക്കുന്ന കാലത്തോ, അല്ലെങ്കിൽ സിറിയയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജീവിക്കുന്ന കാലത്തോ, അല്ലെങ്കിൽ ഹാജറയും ഇസ്മായിലിനെയും കൊണ്ട് മക്കത്ത് പോയി താമസിക്കുന്ന കാലത്തോ, ഈ 2 ഭാര്യമാരും 2 ആമക്കളും അല്ലാതെ വേറെ 5ാമത്തെ ഒരാള് മുസ്ലിമായിട്ട് ഇബ്രാഹിം നബിക്ക് ഒന്നിച്ചുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു പറഞ്ഞില്ലേ? 15 കൊല്ലായില്ല നമ്മൾക്ക് പറയാൻ തുടങ്ങിയിട്ടും. ഒരാളെങ്കിലും, ലക്ഷക്കണക്കിന് ജനം അന്ന് ജീവിക്കുകയല്ലേ ഇറാഖിലും സിറിയയിലും മറ്റൊക്കെ. അവരെല്ലാം പാരമ്പര്യ മുസ്ലിമീങ്ങളും അല്ലേ? അവരെല്ലാം പാരമ്പര്യ മതക്കാരല്ലല്ല, പാരമ്പര്യ മുസ്ലിമീങ്ങളല്ലേ? നേരത്തെ വന്നുപോയ റസൂലുകളിൽ നിന്ന് മനസ്സിലാക്കിയ അമലും അതനുസരിച്ച് ഇബാദത്ത് ചെയ്യുന്നവരല്ലേ അവരൊക്കെ? എന്നിട്ടെന്താ അവർക്ക് മനസ്സിലാകാതെ പോയത്? ആകെയുള്ളത് ഇത് മേറാജിന്റെ രാത്രിയിൽ അഷ്റഫുൽ ഖൽഖ് കണ്ട കാഴ്ച നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മറ്റൊരു വാക്ക് കേട്ടോ, ഞാൻ ആകാശത്തിലേക്ക് യാത്ര പോയപ്പോൾ, മേറാജിൽ പോയപ്പോൾ, എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഉമ്മത്തുകളെ മുഴുവനും എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ഒരിടത്ത് പ്രദർശിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്റെ മേൽ ഉമ്മത്തുകൾ, പൂർവികന്മാരായ റസൂലുകൾക്ക് ഉണ്ടായ സമുദായത്തെ എനിക്ക് കാണിച്ചു തന്നു. റഅയ്തു നബിയൻ, ഒരു നബിയെ ഞാൻ കണ്ടു, മഅഹു 10 കുറവ് ആൾക്കാരാണ് ഭൂരിപക്ഷ നബിമാരൊന്നിച്ചും ഞാൻ കണ്ടത്.
റഹത്ത് എന്ന് പറഞ്ഞാൽ 3 മുതൽ 9 വരെയുള്ള സംഖ്യക്കാണ് റഹത്ത് എന്ന് പറയാം അറബിയില്. അത്രയാള് മാത്രമേ ഉള്ളൂ. വറഅയ്തു നബിയൻ, വേറൊരു നബിയെ ഞാൻ കണ്ടു, മഅഹു റജുലുൻ ഔ റജുലൈൻ, ഒരാളും കൊണ്ട് നടക്കുന്ന നബിനെയും കണ്ടു, രണ്ടാളെയും കൊണ്ട് നടക്കുന്ന നബിനെയും ഞാൻ കണ്ടു. മനസ്സിലാക്കണം ശരിക്കും. മെമ്പർഷിപ്പും കൊണ്ട് ആളെ കൂട്ടാൻ നടക്കണ്ട. തൗഹീദിന് അങ്ങനത്തെ ഒരു പരിപാടിയില്ല, ആളെ കൂട്ടൽ പരിപാടിയില്ല. അത് ബാത്തിലായ തൗഹീദാണ്. അത് ശിയാക്കളെ പരിപാടിയാണ് ആളെക്കൂട്ടൽ. അത് രാഷ്ട്രീയവും സാമ്പത്തികവും നോക്കുന്നവർക്ക് മാത്രമേ അത്തരം ചിന്താതുള്ളൂ. തൗഹീദ് ചിന്തിക്കുന്നവർക്ക് ഭൂരിപക്ഷത്തെ പറ്റി ചിന്തിക്കുന്ന പ്രശ്നമില്ല. ഭൂരിപക്ഷം വേണമെങ്കിൽ അത് തൗഹീദിന്റെ സലഫി മാർഗത്തിൽ നിൽക്കേണ്ടതില്ല, ശീഈ മാർഗമാണ് ഏറ്റവും സുഖം. പലരും പറയാറുണ്ട് സലഫിയായത്, മൗലവിയൊക്കെ സലഫിയായത് സാമ്പത്തികവും മറ്റും പരിഗണിച്ചിട്ടാണ്. സാമ്പത്തികം പരിഗണിച്ചിട്ടാണെങ്കിൽ ഒരു പച്ച ഷാളിന്റെ കുറവല്ലേ ഉള്ളൂ. ഒരു പച്ച ഷാളും കൂടി അല്ലുള്ളൂ. തലീക്കെട്ടിന് തലീക്കെട്ടുണ്ട്, താടിക്ക് താടിയുടെ കുപ്പാട്ടിന് കുപ്പാട്ട്, ഒരു പച്ച ഷാളും കൂടി ഇട്ടിട്ട് ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ കോടികൾ ഇങ്ങനെ വരൂലേ. എനിക്ക് മുഖൈന്റെ കാലമല്ലേ. ഇങ്ങനെ ഈ തല്ലിക്കെട്ടന്നെ കെട്ടിയുള്ള പോലത്തെ താടിയൊക്കെ ആയിട്ട് പച്ച ഷാളും ഇട്ടിട്ട് നമുക്ക് ഒന്നിച്ചിട്ട് വിക്ര അൽക്ക നടത്താന്ന് പറഞ്ഞാൽ എത്ര ലക്ഷങ്ങളാ വരിക. സലഫി മാർഗത്തിൽ തന്നെ 10,000 വിശ്വത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെയാണോ കോടിക്കണക്കിന് ആൾക്കാർ വെറുതെ ഈ ഉത്തരം മുട്ടുന്ന സമയത്ത് വഞ്ചനം കുത്തുക എന്നുള്ള പരിപാടിയാണത്. അതുകൊണ്ട് വഹീദുകൾ ചിന്തിക്കേണ്ടത്, തൗഹീദിന്റെ പ്രബോധകന്മാർ ചിന്തിക്കേണ്ടത്, അതിന്റെ സംഘടനകളും സംഘടനാ തലപ്പത്തിരിക്കുന്നവർ ചിന്തിക്കേണ്ടത് ആളെക്കൂട്ടാനല്ല, ഭൂരിപക്ഷത്തെ ഉണ്ടാക്കാനല്ല. ഏത് സമയത്തും സസ്പെൻഡായി പോകുന്ന, ഏത് സമയത്തും ഡിസ്മിസായി പോകുന്ന ഹിദായത്തിലെ ഇസ്തിഖാമത്താക്കി കൊണ്ടുപോകാൻ നാം ശ്രമിക്കേണ്ടത്. വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറഅയ്തു നബിയൻ, വേറെ നബിയെ ഞാൻ കണ്ടു, ലൈസ മഅഹു അഹദ്, ഒരാളും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുന്നു പല നബിമാരും. മഹ്ശറിൽ അല്ലാഹു ആദരാക്കുന്ന കോലായി പറയുന്നത്. അതിന്റെ ഇടയിലാണ് ഒരാൾക്കൂട്ടത്തെ ഞാൻ കണ്ടത്, ഒരു വലിയ ജനക്കൂട്ടം. ഞാൻ വിചാരിച്ചു അത് എന്റെ സമുദായമാണ്, എന്റെ ഉമ്മത്താണെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഹാദിഹി ഉമ്മത്തു മൂസ, ഇത് മൂസ പ്രവാചകന്റെ സമുദായമാണ് നബിയെ. അതെ, മുർസലീങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും ആൾക്കൂട്ടം ഉണ്ടായത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാരണമുണ്ട്. ഒരു ഭാഗത്ത് യാക്കൂബ് നബിന്റെ മക്കളായ ഇസ്രായേൽ, ബനൂ ഇസ്രായേൽ, ഒരു കുടുംബം മുഴുവൻ. മറുഭാഗത്ത് പുറമാറ്റുന്ന നാട് പിടിക്കാൻ വേണ്ടി അധിനിവേശം നടത്തിയ കിബുത്തി ഫറോവ വിഭാഗം, അതിൽ വേറെ വിഭാഗം. ഇങ്ങനെ 2 വിഭാഗങ്ങൾ തമ്മിൽ. അതിൽ ബനൂ ഇസ്രായേലിനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായിട്ട് വരുന്നത്. ഈ ബനൂ ഇസ്രായേലിനാവട്ടെ പൂർണ്ണമായും കിബുത്തി വിഭാഗത്തിന്റെ അടിമക്കൂട്ടമാണ്. ഈജിപ്തിൽ അന്ന് സാമ്പത്തിക നിലവാരം മുഴുവൻ ഇവരെ അടിമപ്പണി എടുപ്പിച്ച്, ബനൂ ഇസ്രായേലിന്റെ അടിമപ്പണി, അതാണ് യാക്കൂബിന്റെ മക്കളെ അടിമപ്പണി എടുപ്പിച്ചിട്ട് കിബുത്തി സമൂഹം ജീവിച്ച് ജീവിക്കുകയായിരുന്നു. ഈജിപ്തിലെ സാമ്പത്തിക ശ്രേണി മുഴുവൻ ബനൂ ഇസ്രായേലിന്റെ അടിമപ്പണിയിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. പല കാലഘട്ടത്തിലെയും ചരിത്രം അതാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെയും ചരിത്രം, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ളൊക്കെയുള്ള ചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാം. ഈ രീതിയിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം രാഷ്ട്രീയക്കാരന്റെ, ഭരണാധികാരിയുടെ ശർദ്ദം രക്ഷപ്പെടാൻ വേണ്ടി കംപ്ലീറ്റ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒന്നിച്ചുകൂടി. കാരണം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭാഷണം അങ്ങനെയായിരുന്നു. എന്തായിരുന്നു? ഫിറഔന്റെ കൊട്ടാരത്തിൽ കയറി ചെന്നിട്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, അർസിൽ മഅനാ ബനീ ഇസ്രായീൽ, മതി, ഞങ്ങൾ എന്റെ സമുദായത്തെ, എന്റെ കുടുംബത്തെ, എന്റെ സമൂഹത്തെ പൂജിപ്പിച്ചത് മതി. എനിക്ക് ഇസ്രായേൽ സമൂഹത്തെ എന്റെ ഒന്നിച്ചയച്ചു തരണം. അർസിൽ മഅനാ, നമ്മളോടൊപ്പം വിട്ടു തരണം ബനീ ഇസ്രായീൽ, ഇസ്രായേലി സന്തതികളെ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു രക്ഷകനായിട്ടാണ് അവിടെ ചെന്നെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലി സമൂഹം മുഴുവനും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും നിർമ്മിച്ചുകൂടി. കിബുത്തി സമൂഹം മുഴുവൻ ചരിത്രത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഫറോവാൻ നിർമ്മിച്ചുള്ള ആരെങ്കിലും ആസിയ അല്ലാതെ, ഫറോവാന്റെ ഭാര്യ ആസിയ അല്ലാതെ ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ചരിത്രത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഫിറൗന്റെ കൂട്ടത്തിൽ നിന്ന്, കിബുത്തി കൂട്ടത്തിൽ നിന്ന്, ഫിറൗന്റെ പാർട്ടിയിൽ നിന്ന്, ഫിറൗന്റെ ഭാര്യ ആസിയ അല്ലാതെ വേറെ ആരെങ്കിലും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒന്നിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ചരിത്രപരമായി തെളിയിക്കാൻ കഴിയില്ല.
ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിർമ്മിച്ചിട്ടുള്ളത് മുഴുവനും ബനൂ ഇസ്രായേലില്ല. ബനൂ ഇസ്രായേലിനെയാണ് ബഹുമാനപ്പെട്ട മൂസ നബി സംബോധന ചെയ്യുന്നത്, കിബിത്തികളെയല്ല. നമ്മൾ ഇവിടെ ഇസ്ലാമിന്റെ ദൈവത്വം പറഞ്ഞിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിമാക്കാൻ നടക്കുന്നതിന്റെ കാര്യമൊന്നുമില്ല. ഇസ്ലാമിൽ നിന്ന് തെളിച്ചുപോയ ഷഹാദത്ത് ബാത്തിലാക്കിയ മുസ്ലിമീങ്ങളെയാണ് നാം ഷഹാദത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. മഹാഭൂരിപക്ഷം ഏതാണ്ട് 90%, 98% ഇസ്ലാമിനെ വിട്ടിട്ട് പുറത്തുവരാനാണ് ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടുന്ന ഷഹാദ ജാറങ്ങളെ കൊണ്ട് ബാത്തിലാക്കിയവരാണ്. മുഹമ്മദ് കൂടുന്ന ഷഹാദ തരീഖത്തുകളെ കൊണ്ടോ ശൈഖുകളെ കൊണ്ടോ ബാത്തിലാക്കിയവരാണ്. അവരെ തിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അവരെ മുഹമ്മദ് റസൂലിന്റെ ഷഹാദയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം മുഴുവനും യാക്കൂബിന്റെ സന്തതികളാണ്. അവർ ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടികളാണ് ബനൂ ഇസ്രായേൽ. ബനൂ ഇസ്രായേൽ ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടികളാണ്. ഇബ്രാഹിം നബിന്റെ മകൻ ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബ്, യാക്കൂബിന്റെ മക്കൾ 12 പേര്. ആ 12 പേരുടെ പരമ്പരക്കാണ് നാം ബനൂ ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർ പരമ്പരാഗതമായി ഇസ്ലാമിന്റെ മണമുള്ളവരാണ്. ഇബ്രാഹിമിന്റെ ശരീരത്തനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവരെ വീണ്ടും ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം. അവരുടെ ഷഹാദത്ത് ബാത്തിലായിരിക്കുകയാണ്. അതാത് കാലഘട്ടത്തിലുള്ള കള്ളന്മാരെ കൊണ്ടും ചേതന്മാരെ കൊണ്ടും അതേപോലെ തന്നെ ഈകളെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും മലക്കളെ കൊണ്ടും നക്ഷത്രങ്ങളെ കൊണ്ടും ഒക്കെ അവർ ഷഹാദത്തിനെ ബാത്തിലാക്കിയിരിക്കുകയാണ്. അവർ ഷഹാദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതാണ് ദഅവത്ത്. ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇവിടുത്തെ മുജാഹിദ് സംഘടനകൾ കൃത്യമായി ഇത് മനസ്സിലാക്കിയേ പറ്റൂ. സംഘടനയെ വിപുലീകരിക്കാനും അളക്കുണ്ടാകുന്ന എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകുന്ന ഈ നീചമായ തുടർച്ചി സംവിധാനം ഒഴിവാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ വലിയ നൂറ്റാണ്ടുള്ള സാധന കേരളത്തിലുണ്ടാവില്ല. ഈ പോക്കുപോയ അപകടകരമായ മാർഗത്തിലൂടെയാണ് ഇവിടുത്തെ സെൽഫി സമൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി തലപ്പത്തിരിക്കുന്ന ഉലമാക്കൾ ചിന്തിക്കുകയും അതനുസരിച്ച് കൃത്യമായി ഇടപെടുകയും ചെയ്യുന്നില്ല എങ്കിൽ ഈ 100 കൊല്ലം ചെയ്ത മുഴുവൻ പണിയും 2050 ആകുമ്പോഴേക്ക്, അതായത് പുതിയ നൂറ്റാണ്ട് 21ാം നൂറ്റാണ്ട് ഏതാണ്ട് പകുതിയാകുന്നതിന്റെ ബാല്യദശ എത്തുമ്പോഴേക്ക് തളർന്ന തരിപ്പണമായി ഏതുപോലെ അവധി കാലഘട്ടത്തിന് ശേഷം അറേബ്യൻ സമൂഹം ശുദ്ധിയിലേക്ക് ഉയർത്തുമെങ്കിൽ കഅബാലയവും അതേപോലെ തന്നെ മസ്ജിദുൽ നബവിയും ശുദ്ധിന്റെ കേന്ദ്രങ്ങളായി മാറിയോ? അബ്ബാസി കാലഘട്ടം പോലെ, ഫാത്തിമിയ കാലഘട്ടം പോലെ, ഉസ്മാനിയ കാലഘട്ടം പോലെ, ഈ കാലഘട്ടങ്ങൾ പോലെ ഇന്ന് പൂർണ്ണമായ ശുദ്ധിയിലേക്കും തിരിച്ചുപോയി സലഫിയ്യത്ത് പറയാൻ, അഹ്ലുസുന്നയെ പറയാൻ ഖുർആനും സുന്നത്തും സഹാബാക്കളും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അസ്ഹാബു റസൂലില്ലാഹ് ഈ 3 മുദ്രാവാക്യങ്ങൾ പറയാൻ ആരുമില്ലാത്തൊരവസ്ഥ വരും. എല്ലാവരും സാമ്പത്തിക രംഗത്ത് അടിച്ചു കയറുകയും സമൂഹത്തെ വെച്ചുകൊണ്ട് ഇന്ന് ഈ പുരോഹിതന്മാര് സമ്പത്ത് ഉണ്ടാക്കാൻ സമൂഹത്തെ ഉപയോഗിക്കുന്നത് പോലെ ഇവിടുത്തെ സെൽഫി പുരോഹിതന്മാര് സമ്പത്തിനു വേണ്ടിയും രാഷ്ട്രീയത്തിനു വേണ്ടിയും സമൂഹത്തെ ഉപയോഗിക്കുന്ന ഒരു ദുരന്തം സംഭവിക്കാൻ സമയം കൂടുതലെടുക്കേണ്ടി വരികയില്ല. ഇത് വളരെ കൃത്യവും വ്യക്തവുമായ ഒരു അറിയിപ്പാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം, ഇസ്രായേലി സമൂഹം, അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരെ കാണേണ്ടി വന്നത്. അതെ, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് അല്ലാഹു അഅലം ഏതാണ്ട് 12 ലക്ഷത്തോളം പേരുണ്ടായിരുന്നു. ഈ 12 ലക്ഷത്തിൽ ഓരോ ലക്ഷം പേർക്കായിരുന്നു അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പാറക്കെട്ടുകൾക്കിടയിലൂടെ 12 നദി ഒഴുക്കിയത് എന്ന്. വെള്ളം കുടിക്കാനില്ലാതെ വിഷമിച്ചപ്പോൾ അല്ലാഹുവിൽ അഭയം തേടിയ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കിട്ടിയ വിവരമാണ് നിങ്ങളെ കയ്യിലുള്ള വടി കൊണ്ട് ആ പാറക്കെട്ടിൽ നിന്ന് അടിക്കുകയെന്ന്. പൊട്ടിപ്പൊളിഞ്ഞു ആ പാറക്കെട്ട്. ആ പാറ പൊട്ടി തകർന്നതിന്റെ ഉള്ളിൽ നിന്ന് 12ഓളം അരുവികൾ ഒഴുകി വന്നു എന്ന് ഖുർആൻ. സാങ്കല്പിക കഥകളായിട്ടൊന്നും കാണണ്ട. അല്ലാഹു അങ്ങനെയാണ് വഹീദുകളെ സഹായിച്ചത്. ലോകത്ത് ഒരു രാഷ്ട്രീയക്കാരെ കൊണ്ടും അല്ലാഹു തആല നമുക്ക് വഹീദുകളെ സാധിച്ചിട്ടില്ല. ഒരു സമ്പന്നന്മാരെ കൊണ്ടും അല്ലാഹു തആല വഹീദുകളെ സഹായിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം അപ്പുറത്ത് നിർത്തി ഇപ്പുറത്ത് അല്ലാഹു ഏകപക്ഷീയമായി പ്രവാചകന്മാരെ സഹായിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചെയ്യാവുന്നവരെ തുടരും. നമ്മൾ ആരെയാണ് കാത്തിരിക്കുന്നത്? നമ്മൾ ആരെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരുതരം അഡ്ജസ്റ്റ്മെന്റ് സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്? ആര് സഹായിക്കുമെന്ന് കരുതിയിട്ടാണ്? സഹായിക്കും. ശിർക്കിലേക്ക് പോയാൽ, മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ശിർക്കിലേക്ക് പോയാൽ
അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സഹായം തരും, പടിഞ്ഞാറുന്ന സഹായം തരും, കിഴക്കുന്ന സഹായം തരും, തെക്കുന്ന വടക്കുന്ന സഹായം തരും. ഉറച്ചു നിന്നാൽ ആരും സഹായിക്കാൻ ഉണ്ടാവില്ല. കാരണം അള്ളാഹുവിനെ ഇടമുഖിപ്പിക്കാൻ പരിശീലിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് അള്ളാഹു തആല കാണുന്നത്. അതാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം നമ്മൾ പഠിപ്പിച്ചിരുന്നത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മത്താണെന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് വിവരം കിട്ടി. അപ്പോഴേക്കും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ചക്രവാളത്തോളം നീണ്ടു കിടക്കുന്ന ഒരു സമൂഹം പിന്നെ എന്റെ മുമ്പിൽ ആഗതമാക്കപ്പെട്ടു, എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അവർ ആകാശ ചക്രവാളം വരെ നീണ്ടു കിടക്കുന്നു, നോക്കിയാൽ കണ്ടെത്താത്ത ഉയർത്തി. എന്നോട് ജിബ്രീൽ പറഞ്ഞു, ആദിഹി ഉമ്മത്തുക യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, ഇത് നിങ്ങൾ ഉമ്മത്താണ്. ഖിയാമത്ത് നാൾ വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞ സമൂഹമാണ്. പക്ഷേ കാര്യം, ഈ സമൂഹത്തിൽ നിന്ന് യദ്ഖുലൂനൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത് 70,000 പേര് മാത്രമായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജിബ്രീൽ. ഈ കോടിക്കണക്കിന് വരുന്ന ഉമ്മത്തിൽ നിന്ന് 70,000 പേരെ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന്. ആരാണ് റസൂൽ എന്ന് സഹബാക്കൾ ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ബഹുമാനപ്പെട്ട അഷ്റഫുകൾക്ക് അവരുടെ വിശേഷണം പറഞ്ഞു കൊടുത്തു. ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്ന 70,000. ഇവിടെ വേറൊരു റിപ്പോർട്ട് ഇങ്ങനെ കാണുന്നു, റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ അധികത്തിന് വേണ്ടി ചോദിച്ചു, 70,000 കൂട്ടിത്തരണം എന്ന് ചോദിച്ചു ഞാൻ. അപ്പൊ അള്ളാഹുവിൽ നിന്ന് മറുപടി കിട്ടി, ഓരോ 1000-ലും 70,000 വീതം നാം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതില്ലെങ്കിൽ ഒന്ന് കിട്ടുമ്പോഴെങ്കിൽ അൽഹംദുലില്ലാ. അങ്ങനെ ആ കൂട്ടിക്കൊടുത്തതിന്, അധികം കൊടുത്തതിന് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞാൽ ആരായിരിക്കും അവരുടെ ഗുണം എന്താണ്, അവരുടെ വിശേഷണം എന്താണ്? ഇത് നമ്മൾ ഓരോ വഹിദുകളും നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം നഫ്സിനോടും വഹിദുകളോടുമാണ്. മുഹറം 10 കൂടി അപ്പുറത്തുള്ളവരുടെ കഥ കൂടുന്നു. ഇനി നമ്മളാണ് ചരിത്രത്തിൽ വരുന്നത് വഹിദുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആൾക്കാർ, അള്ളാഹു മാത്രം എന്ന് പറഞ്ഞവരാണ് ചരിത്രത്തിന്റെ ഭാഗമായി വരുന്നത്. മുഹറം 10 ശേഷം 11 മുഹറം 10 കൂടി ക്ലോസ് ചെയ്ത് അപ്പുറത്തേക്കും ചാപ്റ്റർ ക്ലോസ് ചെയ്ത് അവരെ മുക്കിക്കൊള്ളു. ഫറോവ സന്തതികളെ മുഴുവനും നാം മുക്കി നശിപ്പിച്ച ഒരാൾ പോലും ബാക്കിയില്ലാത്ത രീതിയിൽ എത്രത്തോളം അള്ളാഹു പറഞ്ഞു, അതോടുകൂടി ഈജിപ്തിനെ നാം തരിശു പൂർത്തിയാക്കി മാറ്റി എന്ന് പറഞ്ഞ അള്ളാഹു തആല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണങ്ങൾ നമ്മൾ എന്താണെന്ന് അറിയുമോ? ഒന്നാമത് പറഞ്ഞത് മന്ത്രവാദികളടുത്തേക്ക് പോകില്ല. മന്ത്രവാദികളടുത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞത് ജ്യോത്സ്യന്മാരത്തേക്ക് പോകില്ല എന്ന അർത്ഥത്തിലല്ല, സലഫികളായ മന്ത്രവാദികളത്തേക്ക് പോകില്ല എന്നാണ്. ഇവിടെ മന്ത്രവാദം എന്നുള്ളത് ശിർക്കും കുഫ്റാണ്. നേരത്തെ പറഞ്ഞില്ലേ റസൂലുള്ളാഹി തങ്ങൾ. അനുവദിക്കപ്പെട്ട മന്ത്രവാദത്തെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. നമ്മുടെ സലഫികളിൽ ചിലർ പറയുന്ന മന്ത്രവാദമുണ്ടല്ലോ, ഏതോ ഒരു സലഫി പോലെയുണ്ട് അങ്ങനെ പറ്റിയെടുത്ത് നടക്കുന്നത്. വേറെ സൂക്കറൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചികിത്സാ രീതി, അലോപ്പതി, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, ആയുർവേദം, റുക്യാശറയ്യ, ഇതൊക്കെ ചികിത്സന്റെ ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ റുക്യാശറയ്യന്റെ കോളേജൊക്കെ വരാൻ തുടങ്ങും. മെഡിക്കൽ കോളേജിന്റെ കൂട്ടത്തിൽ ഗവൺമെന്റ് അതിനോട് അംഗീകരിക്കാം. ഗവൺമെന്റ് പെട്ടെന്ന് അംഗീകാരം കൊടുക്കുകയും ചെയ്യും. കാരണം സെലഫിയത്തിനെ കൊണ്ടാൻ ഏറ്റവും നല്ല ഒരു വഴിയുള്ളത്. അവിടെ തന്നെ ഗവൺമെന്റ് പെട്ടെന്ന് അംഗീകാരം കൊടുക്കുകയും. നിങ്ങൾ ഏത് യോഗം നോക്കി സെലഫിയത്തിനെ കൊല്ലാൻ പറ്റുന്നതെല്ലാം ഗവൺമെന്റ് പെട്ടെന്ന് പാസ്സായി കൊടുക്കും. സല്ലല്ലാഹു പറഞ്ഞു, അനുവദിക്കപ്പെട്ട ദുആ പോലും മറ്റുള്ളവരോട് പോയിട്ട് ആവശ്യപ്പെടില്ല. അഅ്ദുബിക്കലിമാത്തില്ലാഹി തമ്മാത്ത് ദുആ ആണ്, രോഗശമനത്തിന് വേണ്ടിയുള്ള ദുആ. അത് സ്വന്തം ചെയ്യും. മൊഴി സാഹിബ് ഒന്ന് മന്ത്രിച്ച് തന്നെ എനിക്കൊന്ന് അനുവദിക്കപ്പെട്ട മന്ത്രത്തെ പറ്റി പറഞ്ഞത് അവരായ റുക്കൂ എന്നല്ല വന്നത്. ഒരു റിപ്പോർട്ട് മുസ്ലിമിന്റെ റിപ്പോർട്ടായിട്ട് വന്നത് പ്രകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലായ റുക്കൂ മന്ത്രിക്കുകയേ ചെയ്യില്ല, അങ്ങനല്ല. കുട്ടിക്ക് സുഖമായി സലഫിയാണ് ആള്. തങ്ങളത്തെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർ മറ്റേ മന്ത്രവാദം ബുർഹാനിലേക്കോ അസ്സാമിലേക്കോ ഒതുക്കി മന്ത്രിക്കാനാണ് വയ്യ. അവിടത്തേക്ക് വെച്ചാൽ അല്ലെങ്കിൽ മുഴുവൻ ചികിത്സിക്കുന്ന ഏരിയ അങ്ങനെയൊന്നുമില്ല. സലഫിയത്തനുസരിച്ചുള്ള ദുആക്ക് വേണ്ടിയിട്ട് അങ്ങനെ കൂടെ കേന്ദ്രങ്ങളൊക്കെ നോക്കും. ഇവർ രഹസ്യമായി കണ്ണന്മാരെ കുറിച്ച് കുറെ സലഫികളെ നമുക്ക് പരിചയമുണ്ട്. ഈ കരിക്കുമുട്ടി കറുത്ത കോയിലെ മുട്ട ഒന്ന്, ചെന്തെങ്ങിന്റെ തെക്കോട്ട് ചാഞ്ഞ കൊലയിൽ ഒരു കരിക്ക്. ചെന്തെങ്ങിന്റെ തെക്കോട്ട് ചാഞ്ഞ, ഞാൻ ചോദിച്ച തങ്ങളോട് എനിക്ക് പരിചയമുള്ള തങ്ങളാ. അതിനങ്ങനെ എന്നാലും ഈ കോവിഡ്
അതുകൊണ്ടല്ലേ ഡോക്ടർ ഗവൺമെന്റ് ഡോക്ടർക്ക് പോയാൽ സന്തോഷം കുഞ്ഞി വന്നിട്ട് ഗവൺമെന്റ് ക്ലിനിക്കിൽ പോയാൽ ആകെ എന്താ മരുന്ന് കിട്ടുക അല്ലേ? നിങ്ങൾ ഗവൺമെന്റ് പ്രൈവറ്റ് ക്ലിനിക്കിൽ പോയാൽ അല്ലാഹു അക്ബർ, രക്തം പരിശോധിക്കല് വേറെ, ഹാർട്ട് പരിശോധിക്കല് വേറെ, ആകെ ജലദോഷം വന്നിട്ട് പോയതാ, സ്കാൻ ചെയ്യല് വേറെ. ഇതേപോലെ തന്നെയാണ് ഈ തങ്ങന്മാരെയും ശരിയിലാണ്. അങ്ങനെ 2 മീറ്റർ നീളത്തിൽ വെളുത്ത തുണി, ഇതെല്ലാം കൂടി വേണം ഗുണപ്പെടുത്തല്. ഇപ്പോഴത്തെ പോലെയല്ല ഈ പറഞ്ഞത്. അത് ശരിക്കും കസവാണെന്ന് നേരത്തെ പ്രഖ്യാപിച്ച കാര്യമല്ലേ? അസ്മായിന്റെ പണിക്കാർ സാഹചര്യങ്ങളാ. എന്താണ് സംശയ കാര്യത്തില്? അത് എത്ര വലിയ മുദ്രീസും കത്തീരും ബാല്യായാലും ശരി, അവർ സാഹചര്യങ്ങളാണ്. അവരെ പറ്റല്ല ഈ പറഞ്ഞത്. അനുവദിക്കപ്പെട്ട മന്ത്രം പോലും ആവശ്യപ്പെട്ടു പോകുന്നതായി പറഞ്ഞത് അതിന്റെ അർത്ഥം. പുസ്തകം അതേസരി നമ്മൾ രോഗിയെ കാണാൻ പോയി, നമുക്ക് ഒന്നും ചെയ്യാം ഇഷ്ടപ്രകാരം. ഒരു രോഗിയെ കാണാൻ പോയി എന്ന് പറയാം. അവർക്ക് അവർ പഠിക്കാം, ഊഹിയും ചെയ്യാം. അതേപോലെ തന്നെ ആയത്തെ കുറിച്ച് ഇത് വേറൊരു ആളുകൾക്ക് ചെയ്തിട്ടാന്ന് പറയാൻ പാടില്ല എന്ന്, ചെയ്യില്ല എന്ന്. അതായത് ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്നവർ അവര് മന്ത്രം ആവശ്യപ്പെട്ടു പോവുകയില്ല. ഒരാൾക്കും കരിക്കൽ ചികിത്സ നടത്തുകയില്ല. എന്ന് വെച്ചാൽ നാളെങ്ങാനും വരുന്ന രോഗത്തിന് ഇന്നേ ചികിത്സിക്കില്ല. കരിക്കൽ ചികിത്സ, മുറിക്കൽ ചികിത്സയില്ല. കരിക്കലാണ് പണ്ട്, ഇപ്പൊ മുറിക്കലാണ്. കാലിന്റെ മുറിച്ചാലിന്റെ പരിപാടി. വെള്ളിലെ രോഗം ഉണ്ടാവും, ഡോക്ടർ പറയും ഇത് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് മുട്ടുമുതലൊക്കെ മുറിച്ചറിഞ്ഞേക്കാം. ശരി സാറേ. പണ്ട് കരിക്കലാണ്, കരിക്കുകയാണ്. അതായത് അത്രയും ഭാഗം കരിച്ചു കഴിഞ്ഞൊരു സമ്പ്രദായം വന്നുണ്ട്. ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല, നിയോഗിച്ചു. കരിക്കൽ ചികിത്സ. അതേപോലെ തന്നെ എത്തൊക്കെ അവര് ശാസ്ത്രം, അവര് എന്താണ് പക്ഷിശാസ്ത്രം, കണിച്ചന്മാർ പക്ഷിശാസ്ത്രമില്ലേ? പിന്നെ പക്ഷിശാസ്ത്രം, പക്ഷിനെ കൊണ്ട് ചുറ്റടിപ്പിക്കുന്ന പരിപാടി. കണിശന്റെ അടുത്ത് പോയിട്ട് ഞാനിങ്ങനെ കച്ചവടം തുടങ്ങാൻ പോകുന്നുണ്ട് ഇന്ന ദിവസം. ശരി, കണിശന്റെ അടുത്തല്ല, തങ്ങളടുത്തായാലും ഞങ്ങൾ തങ്ങളെ കച്ചവടം തുടങ്ങാൻ പോകുന്നുണ്ട്. ഇവിടെ നാട്ടിനടുത്തൊരു തങ്ങളുണ്ട്, എന്റെ ഉത്സാഹം കൂടിയാണ്. ആ തങ്ങള് ഞാൻ ദിവസം ഉണ്ടപ്പോ ഒരാൾ വന്നു, വീട്ടില് കുക്കിയിടാൻ പറ്റിയ സമയം ചോദിച്ച ഒരാൾ വന്നു. അപ്പൊ ഞാൻ ഈ പേരൊന്നും അതിന് ശരിയില്ലാത്തത് ഞാൻ പറയുന്നില്ല, മരിച്ചുപോയി, അള്ളാഹു നല്ലത് കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ഞാൻ കിതാബ് ഓതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എപ്പോഴാണ് കുക്കിയിടാൻ പറ്റിയ സമയം. മൂപ്പര് ഒരു കിതാബിന്റെ അടുത്ത് ഇങ്ങനെ മറിച്ച് ഇന്ന ദിവസം 9 മണിക്കിട്ടോ. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, അല്ല എന്താ സംഭവം അറിയോ? ഒരു കിതാബിൽ ഒന്നുമില്ല, എപ്പോഴും കിട്ടിയിട്ടാരെന്താ, പക്ഷെ ഇവനിക്കൊക്കെ ബോധ്യപ്പെട്ടെങ്കിൽ നമ്മളൊരു കിതാബിൽ എത്തിച്ച് പറഞ്ഞേ പറ്റുള്ളൂ. എന്റെ മുമ്പ് കാണുമ്പോ ഞാൻ വായിച്ചത് ഒന്നല്ല. ഇതാണ് കണിശന്മാർക്ക് വന്ന് ജീവിശാസ്ത്രം പറഞ്ഞു വരുന്നത്. അതൊരു പരിപാടിയില്ല. അവർ പ്യൂറായി എന്ത് വന്നാലും കാണാം എന്റെ അള്ളാഹുവിൽ അവിടെ വെച്ച് കാണാം. എന്റെ അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ച് നടക്കുകയുള്ളൂ. ഞാൻ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. എന്റെ കാര്യത്തിൽ അള്ളാഹു തന്നെ വേറെന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര വലിയ കെട്ടുകെട്ടുത്ത നടപടിക്രമങ്ങളെ മാറ്റിയെടുക്കാൻ അള്ളാഹുവിനെ ചോദിച്ചോ വാങ്ങാൻ പറ്റും. അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രയാസമുണ്ട്. ഞാൻ എന്റെ അള്ളാഹുവിനോട് പറയാം, എനിക്ക് താങ്ങാൻ കഴിയില്ല. അള്ളാഹുവിനെ എന്നെ പരീക്ഷിക്കാനാണ് ഇത് ചെയ്യുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. ശിക്ഷിക്കാനാണ് എങ്കിൽ എന്നെ ഒരു കാരണവശാലും ശിക്ഷിക്കാൻ നിൽക്കടല്ലേ അല്ല. പരീക്ഷിക്കാനാണെങ്കിൽ എനിക്ക് താങ്ങാൻ കഴിയില്ല. പരീക്ഷിച്ചിട്ട് ജയിക്കാൻ എനിക്ക് കഴിയില്ല. നിരുപാധികം എന്നൊന്ന് ജയിപ്പിച്ചതാ, ഇതൊന്ന് മാറ്റിത്താ എന്ന് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊരു രസമാണ് ദുആ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദി ഫീ ഹുക്മുക عدل في قضاؤك اللهم إني أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استغفرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. സഹീഹായ പൂർണ്ണമായും സനദുള്ള പൂർണ്ണമായും സഹീഹായ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തോട് പറഞ്ഞ വിഷയം, നിങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖമോ പ്രയാസമോ വിഷമമോ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പിടികൂടിയാൽ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് ആ നിസ്കാരത്തിന്റെ അവസാനത്തിൽ, അതായത് അത്തഹിയ്യാത്തുൽ സ്വലാത്തുകൾക്ക് ശേഷമുള്ള ദുആകളുടെ കൂട്ടത്തിൽ ഈ ദുആകൾ ഉൾപ്പെടുത്തുക. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അബ്ദുക, ഏ അല്ലാഹ് ഞാൻ നിന്റെ അടിയാനാണ്. ഇബ്നു അബ്ദിക്, ഞാൻ നിന്റെ അടിയാന്റെ മോനുമാണ് ഞാൻ. ഇബ്നു അമത്തിക്, ഒരു അടിയാത്തിയുടെയും മോനാണ് ഞാൻ. അതാണ് പറയുന്ന വിനീതമായ വാക്കുകൾ. എത്ര വലിയ കുടുംബക്കാരും തറവാട്ടുകാരനും ഒക്കെ ആയാലും അള്ളാന്റെ ഉള്ളിലാരും ഒരു അടിതു അമത്താണ്. ഞാൻ നിന്റെ ഒരു അടിമയാണ് അള്ളാഹുവെ, ഒരു അടിമന്റെ മോനാണ് ഞാൻ. ഒരു അമത്തിക്ക്, ഒരു അടിയാത്തിയുടെയും മോനാണ്. നാസിയത്തി ബിയദിക്, എന്റെ മോർത്താവ് നിന്റെ കയ്യിലാണ് അള്ളാഹുവെ, നിന്റെ പിടുത്തത്തിലാണ് എന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കിടക്കുന്നത്. നാസിയത്തി ബിയദിക് മാവിൻ ചെയ്യ ഹുക്കുമുക്, നിന്റെ ജഡ്ജ്മെന്റ് എന്റെ കാര്യത്തിൽ നടപ്പിലായി കഴിഞ്ഞു, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അധികം ചെയ്യ ഖളാഉ, നിന്റെ ജഡ്ജ്മെന്റ് 100% നീതിയാണ്. നീതി അല്ലാതെ നിന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുകയില്ല. ഒരിക്കലും നിന്റെ ഭാഗത്തുനിന്ന് അനീതി സംഭവിക്കുകയില്ല. അനീതി എന്റെ ഭാഗത്തുനിന്നാണ് സംഭവിക്കുക. അതുകൊണ്ട് ഞാൻ ഈ അനുഭവിക്കുന്നത് തികച്ചും അർഹനാണ് അല്ലാഹുവേ, ഞാൻ നിന്റെ നിയമം അനുസരിച്ച്. എനിക്ക് നിന്നോട് പരാതി പറയാനുണ്ട്. നിനക്ക് നീ എന്തെല്ലാം പേരുകൾ നിനക്ക് നിന്റെ തടിക്ക് നിന്റെ വാക്കിൽ നീ എന്തെല്ലാം ഇസ്മുകളാണോ പേരുകളാണോ ഇട്ടിരിക്കുന്നത്, ആ മുഴുവൻ പേരുകളുടെയും ബറക്കത്ത് മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ബികുല്ലി ഇസ്മിൻ അല്ലദീ സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക, നീ ഇറക്കിയ കിതാബുകളിൽ നീ വിശദീകരിച്ച നിന്റെ നാമഗുണങ്ങൾ, അതിന്റെ ബറക്കത്ത് മുൻനിർത്തിയിട്ട് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ പടപ്പുകളിൽ നിന്ന് ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്ത വാക്കുകൾ, ഒറ്റക്കൊറ്റക്ക് വേറെ ഏതെങ്കിലും എതിർക്ക് മാത്രമായിട്ട് നിന്റെ നാമഗുണങ്ങൾ പങ്കുകൊണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വഴക്കത്തിനെ നിർത്തിക്കൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു. നീ കിതാബിൽ ഇറക്കിയിട്ടില്ല, ആർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല. നീ നിന്റെ സ്വകാര്യതയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിനക്ക് മാത്രം അറിയാവുന്ന നിന്റെ നാമഗുണങ്ങൾ, അതിന്റെ ബറക്കത്ത് മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഖുർആൻ എന്റെ ഹൃദയത്തിൽ വസന്തമാക്കി തരണം. എന്റെ നെഞ്ചകത്ത് പ്രകാശമാക്കി തരണം. ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഈ ദുഃഖം എനിക്ക് മാറ്റിത്തരണം. എനിക്ക് അകപ്പെട്ടിരിക്കുന്ന ഈ പ്രയാസങ്ങൾ, ടെൻഷൻ അതൊന്ന് മാറ്റിത്തരണേ അല്ലാഹുവേ. റസൂൽ പറഞ്ഞു, ഇല്ല അവന്റെ ദുഃഖവും ടെൻഷനും അല്ലാഹു മാറ്റാതിരിക്കുകയില്ല. എന്തിനാ പേടിക്കണം? എന്തിനു തങ്ങന്മാരി മറ്റും നോക്കി ഇറങ്ങണം? എന്തിനേയും ജോത്സ്യമാരി കണ്ടപ്പുള്ളമാരി ശേഖന്മാരും നോക്കി നടക്കണം? എന്റെ പുസ്തകന്മാരും ഓരോന്മാരും നോക്കി നടക്കണം? നമ്മൾ അള്ളാഹു നമ്മളിലെ കരാറ് അല്ലേ? അള്ളാഹ്ക്കല്ലേ നമ്മൾ ഇഖ്റാർ ചെയ്തിരിക്കുന്നത്? അള്ളാഹുവിനെ അറിയാത്തതുകൊണ്ടാണ്. അള്ളാഹുവിനെ അറിയേണ്ട രീതിയിൽ അള്ളാഹുവിനെ അറിയേണ്ട രീതിയിൽ അറിയുന്നില്ല, അതാണ് സംഭവിച്ചത്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ല, അതാണ് സംഭവിച്ചത്. സമൂഹത്തെ വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമേ ആ പ്രവാചകന്മാർക്ക് ഒന്നിച്ചുണ്ടായിട്ടുള്ളൂ എന്ന കാര്യം. അപ്പൊ ആദം തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ചു നോക്കിയാൽ തൗഹീദ് മാത്രമാണ് ചർച്ചാ വിഷയം. ശിർക്ക് വന്നു ചേർന്നതാ. അതുകൊണ്ടാണ് ആദ്യത്തെ നബിക്ക് റിസാലത്ത് കൊടുക്കാതിരുന്നത്, രണ്ടാമത്തെ നബിക്ക് റിസാലത്ത് കൊടുക്കാതിരുന്നത്, മൂന്നാമത്തെ നബിക്ക് റിസാലത്ത് കൊടുക്കാതിരുന്നത്. അപ്പോഴേക്കും 10 തലമുറ കഴിഞ്ഞു, 11ാമത്തെ തലമുറയിൽ ശിർക്ക് വരാൻ തുടങ്ങി. ജാവത്തിലേക്ക് പോയി, ജാവകർത്തൃമായി നിന്നത്ത് നമ്മളുടെ മക്കൾ പുരോഹിതന്മാർ. അപ്പോഴാണ് നൂഹ് നബിയെ റസൂലാക്കി നിയോഗിക്കുന്നത്. അവിടെയാണ് റസൂലിന്റെ വരവ്. വേറൊരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, മുർസലീങ്ങൾ ആരും തന്നെ അല്ലാഹു മാത്രമാണ് ഇലാഹു എന്ന് പറഞ്ഞിട്ടല്ല വന്നിരിക്കുന്നത്.
അത് ശരിക്കും വഹീദുകൾ മനസ്സിലാക്കണം, തൗഹീദിന്റെ ആൾക്കാർ മനസ്സിലാക്കണം. അള്ളാഹു മാത്രമാണ് ഇലാഹു എന്നല്ല പ്രവാചകന്മാർ പറഞ്ഞത്. അള്ളാഹു അല്ലാതെ വേറെ ഇലാഹു ഇല്ല എന്ന നെഗേഷനാണ് പ്രവാചകന്മാരുടെ സത്യം. ശരിക്കും വേർതിരിച്ചറിയണം. ഒരു നബിയും അള്ളാഹു കൂട്ടരെ അള്ളയാണ് ഇലാഹ്, നിങ്ങളെ ഈ ജാറമല്ല എന്ന് പറയാൻ ഒരു റസൂലും പറഞ്ഞിട്ടില്ല. അത് അള്ള എന്ന് പറഞ്ഞ ഒരു നബിയെ റസൂലിനെ ഞാൻ അയച്ചിട്ടില്ല. നമ്മുടെ അതിക്ക് വഹ്യ കൊടുത്തിട്ടല്ലാതെ, അല്ലാ ഇലാഹ ഇല്ലാഹു എന്ന വഹ്യ കൊടുത്തിട്ടല്ലാതെ. ശരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അറിവുള്ളവർക്ക് തൊഴിലുകളെ ഒട്ടിക്കൊടുക്കാൻ പറ്റുള്ളൂ, മെമ്പർഷിപ്പുകാർക്ക് തൊഴിലുകളെ ഒട്ടിക്കൊടുക്കാൻ പറ്റില്ല. ഇവിടെ അല്ലാഹു ഹുവൽ ഇലാഹു എന്നല്ല കലിമ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നാണ് കലിമ. അല്ലാഹു അല്ലാഹു ആകുന്നത് ഹുവൽ ഇലാഹു, അവരാണ് ഇലാഹു എന്ന് പറഞ്ഞാൽ സ്വഹാത്ത് ശരിയാണോ? ശരിയാവില്ല, ബാത്തിലാണ്. ലാ ഇലാഹ പറയണം, അതായത് നെഗേഷൻ കൊണ്ട് തുടങ്ങണം, നിഷേധം കൊണ്ട് തുടങ്ങണം. രണ്ടാമത്തെ വിഷയമാണ് അള്ള മാത്രമെന്നത്. ആദ്യത്തെ വിഷയം ജാറങ്ങളോ തങ്ങളോ ശൈഖോ മലക്കോ ജിന്നോ പോയോ ഭാവിയോ ബാബിനെ പിന്നെ നീതിയോ ഭാവയോ നക്ഷത്രങ്ങളോ ഒന്നിരിക്കുന്ന പ്രശ്നമില്ല. പൂർണ്ണമായും നിരാകരണം. അവിടെ തുടങ്ങണം ഇല്ല. രണ്ടാമത്തെ വിഷയമാണ്. കൂടുതൽ നമ്മൾ ബോധ്യപ്പെട്ടേ പറ്റുള്ളൂ. അപ്പോൾ والله أعلم وأستغفر الله العظيم لي ولكم وأستغفر عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ സഹോദരിമാരെ, മുഹറം 13 തുടങ്ങിയത് തന്നെയാണ്. തൗഹീദിന്റെ ആൾക്കാർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാനാണ് മറ്റേ കൂട്ടരെ അല്ലാഹു തആല ഏകപക്ഷീയമായിട്ട് വെള്ളത്തിൽ മുക്കി കൊണ്ടുകളഞ്ഞു. അവർക്ക് തൗഹീദിന്റെ ദേവത്വമില്ല, അവരെല്ലാം പോയി, ഒന്നുമില്ല, ഒരൊറ്റൊന്നുമില്ല. ആലത്തുറവും മുഴുവനും പോയി. ഇവിടെ ഇപ്പൊ ആലും മൂസ മാത്രമേ ഉള്ളൂ, ബനീ ഇസ്രായീൽ മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതാണ് തുടങ്ങാൻ പോകുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാലഘട്ടത്തിലും റസൂലുകളെ നിയോഗിച്ച് തൗഹീദ് ദഅവത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു ചെറിയ ന്യൂനപക്ഷം അവരുടെ ഒരുമിച്ച് കൊടുക്കുന്നു. അവർ ആ പ്രവാചകനോടൊപ്പം ജീവിക്കുന്നു. ഈ സന്ദർഭത്തിൽ മറുപക്ഷത്തിന്റെ ജാറത്തിന്റെ ആൾക്കാരിൽ നിന്ന് കടുകടുത്ത പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുന്നു. ഈ അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് മോമിനികൾ പ്രവാചകന്മാരോട് അള്ളാഹുവോട് ദുആ ചെയ്യാൻ പരാതിപ്പെടുന്നു. അന്ന് മുതൽ നൂഹ് നബി മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ചരിത്രത്തിൽ നമുക്കത് കാണാം. ശത്രുക്കളിൽ നിന്ന്, ചുരുക്കിന്റെ അഹങ്കാരിൽ നിന്ന്, ജാറത്തിന്റെ ആൾക്കാരിൽ നിന്ന് കെട്ടുകെട്ടിത്ത പീഡനങ്ങളും നോവുകളും അനുഭവിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്മാരോട് സഹായത്തിനായി അള്ളാഹുവോട് ദുആ ചെയ്യാൻ പറയുന്നു. പ്രവാചകന്മാരെ ദുആ ചെയ്യുന്നു. അള്ളാഹു ദുആ സ്വീകരിക്കുന്നു. എതിർപക്ഷത്തിന്റെ മേൽ അള്ളാഹു നടപടിയെടുക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വിഷയത്തിൽ ഒരു പുരോഗതി, എതിർപക്ഷത്തിന്റെ മേൽ അള്ളാഹു നടപടിയെടുക്കും. നടപടിയെടുത്ത് കഴിഞ്ഞിട്ട് മുസ്ലിമീങ്ങൾ സ്വതന്ത്രമായി വിടുകയാണോ? ഇനി നിങ്ങൾ തിരിച്ചൊന്ന് പറഞ്ഞിവിടെ അല്ല. എന്നെയാണ് കളി, എന്നെയാണ് അള്ളാഹ് അറിയേണ്ടത്. മറുപക്ഷത്തെ നശിപ്പിക്കാൻ ദുആ ചെയ്ത ആ ദുആ സ്വീകരിക്കുകയും എന്നിട്ട് അനുകൂലമായി കാര്യങ്ങൾ നടത്തിക്കൊടുക്കുകയും ചെയ്ത മുസ്ലിമീങ്ങളുടെ വിശ്വാസാവസ്ഥ ഇനി അങ്ങോട്ട് എന്താണെന്ന് അള്ളാഹ് അറിയേണ്ടത്. ചെറുള്ള സമയത്തുള്ള വിശ്വാസാവസ്ഥ തന്നെയാണ് ഇപ്പോഴും എല്ലാവർക്കും അറിയേണ്ടത്. അപ്പൊ വഹീദുകൾക്കാണ് പരീക്ഷണം ഉണ്ടാകില്ല, മറ്റുള്ളവരെ ശിക്ഷിക്കുന്ന ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് അവർ ഒതുക്കുന്നത്? നിലവിലുള്ള മുസ്ലിംകളെ എങ്ങനെ മുമ്പ് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് തൊട്ടടുത്ത് നാം വന്ന് പറഞ്ഞു വെച്ചതാണ്. തൊട്ടടുത്ത സംഭവമാണ് തുടർന്നുള്ള സംഭവം വിശദീകരിക്കുകയാണ്. യാക്കൂബിന്റെ മക്കളെ, ബനൂ ഇസ്രായേലികളെ, മുസ്ലിമീങ്ങളെ
നാം കടല് കടത്തി അക്കരെ എത്തിച്ചു, ഷാമിലെത്തിച്ചു, അഥവാ ഫലസ്തീനിലെത്തിച്ചു. അത് ഷാമിന്റെ ഭാഗമാണ് ഫലസ്തീൻ. ഷാമിലെത്തിച്ചു, സിറിയയിലെത്തിച്ചു. കടല് കിടന്ന അക്കരെ എത്തി മുഴുവൻ പേരും രക്ഷപ്പെട്ടു. മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ മുഴുവൻ പേരും രക്ഷപ്പെട്ടു. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളി വന്നു, ഓ മൂസ, ഫലസ്തീനിൽ പ്രവേശിക്കാനായിട്ടില്ല, ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കാനായിട്ടില്ല. ഈ 12 ലക്ഷം പേരിൽ എത്ര പേര് തൗഹീദ് ക്ലിയറായവരുണ്ട് എന്ന് പരിശോധിക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവരെയും കൂട്ടി 40 കൊല്ലം സീനാ മരുഭൂമിയിൽ സഞ്ചരിക്കണം. 40 കൊല്ലം ഇവരെയും കൂട്ടി സീനാ മരുഭൂമിയിൽ നിങ്ങൾ കറങ്ങണം. ഇവരുടെ കൂട്ടത്തിൽ എനിക്ക് വേണ്ടി തൗഹീദ് സ്വീകരിച്ചത് എത്ര പേരുണ്ട്? ഫറോവയുടെ മുൻകൂട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തൗഹീദ് സ്വീകരിച്ചത് എത്ര പേരുണ്ട്? പ്രസിഡന്റിനെ കെട്ടിയാകാൻ വേണ്ടി തൗഹീദ് സ്വീകരിച്ചത് എത്ര പേരുണ്ട്? രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് നേട്ടമുണ്ടാക്കാൻ ആളെ കൂട്ടാൻ വേണ്ടി കൂടിയത് എത്ര പേരുണ്ട്? ഇതൊക്കെ വർത്തമാന കാലഘട്ടത്തിലെ ആദ്യം ബനൂ ഇസ്രായേലിന്റെ പിൻഗാമികളുടെ സ്വഭാവമാണ് നാം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പോണം. ഉസ്താദ് ആരാണ്? ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രസിഡന്റ് ഹാറൂനിനെ സെക്രട്ടറിയാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ഹാറൂൻ മൂസ പ്രവാചകന്മാരുടെ തൗഹീദുമായി ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ ശ്രീരാമന്റെ ഭൂമിയിൽ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. എന്നിട്ട് അല്ലാഹു തആല സംഭവം പറഞ്ഞു തരികയാണ്. ഈ യാത്രക്കിടയിൽ അവരുടെ ഒരു സമൂഹം താമസിക്കുന്ന നാട്ടിൽ എത്തിപ്പെട്ടു. ഈ യാത്രക്കിടയിൽ സൂറത്തുൽ അഅറാഫ് വിശദീകരിക്കുക. ഇവർ താമസിക്കുന്ന ഒരു നാട്ടിൽ എത്തിപ്പെട്ടു. അവർക്ക് വേണ്ടി നിർമ്മിച്ച ഒരു യാത്രത്തിന് ചുറ്റും ഭജനമിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇവർ കാണുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇൻഷാ അല്ലാഹ് വരും നാളുകൾ നമുക്ക് വിശദീകരിക്കാം. അതോടെ എത്തൂല, പറയാൻ സമയം പോകും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ അകത്താണ്ട് മനസ്സിലാക്കുന്ന ഒരു കൂട്ടത്തിൽ അല്ലാഹു മരിക്കുന്നത് വരെ ഒരു പ്രോബ്ലം എടുക്കാതെ, ഒരു ഡാമേജ് എടുക്കാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴും ആ തൗഹീദിന്റെ കൂർത്ത ആ വജ്രായുധവുമായി അള്ളാഹിനെ കണ്ടുമുട്ടാൻ അള്ളാഹു എല്ലാ സൗഭാഗ്യങ്ങളും തന്നെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اللهم صل على سيدنا الخلفاء الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابه والقرابه كلهم اجمعين وارض عنا معهم برحمتك يا ارحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب دعوات وقاضي الحاجات طيب ثرانا وثراه واجعل الجنة موانا ومولانا. اللهم اصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا. اللهم اجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر بنا المسلمين وفك اسر المقصودين وقضي الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا واولادنا وازواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صابرين والمين ببيتك وبحرك وجودك اجمعين يا رب العالمين. اللهم اعزنا واعز الاسلام والمسلمين. اللهم انصرنا وانصر الاسلام والمسلمين. اللهم اصلح ذات بين المسلمين والف بين قلوبهم يا رب العالمين. اللهم اذل الشرك والمشركين واذل الكفر والكافرين واذل الالحاد والملحدين. اللهم شتت شملهم وفرق جمعهم وكل عددهم وخالف بين كلماتهم وزلزل اقدامهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على خير خلقه محمد
وآله وصحبه أجمعين والحمد لله رب العالمين.